ചോദ്യം 1. വിദ്യാർത്ഥികളെ കയറ്റാനോ ഇറക്കാനോ വേണ്ടി സ്കൂൾ ബസ്സുകൾ നിർത്തുമ്പോൾ ഡാഷ്. ഓപ്ഷൻസ്: എ. ഹോൺ അടിച്ച് മുന്നോട്ട് പോകുക. ബി. ഹോൺ മുഴക്കി ഇടതുവശത്തിലൂടെ മുന്നോട്ട് പോകുക. സി. പ്രത്യേക പരിചരണം ആവശ്യമില്ല. ഡി. വിദ്യാർത്ഥികൾ പെട്ടെന്ന് റോഡ് മുറിച്ചു കടക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 2. വാഹനങ്ങളുടെ പതിവ് സർവീസ് ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കാരണം അത് ഡാഷ് ആണ്. ഓപ്ഷൻസ്: എ. എഞ്ചിൻ സുഗമമായി പ്രവർത്തിക്കുന്നു. ബി. വാഹനത്തെ കൂടുതൽ ഭാരമുള്ളതാക്കുന്നു. സി. ടയർ തേയ്മാനം വർദ്ധിപ്പിക്കുന്നു. ഡി. ബ്രേക്കിംഗ് ശേഷി കുറയ്ക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ചോദ്യം 3. ഒരു കവലയിൽ ട്രാഫിക് കൺട്രോൾ സിഗ്നൽ ചുവന്ന ലൈറ്റ് ഇടയ്ക്കിടെ വേഗത്തിൽ മിന്നുന്നു. സിഗ്നലിനെ അഭിമുഖീകരിക്കുന്ന വാഹനം ഡാഷ്. ഓപ്ഷൻസ്: എ. കാൽനട ക്രോസിംഗിന് മുമ്പുള്ള സ്റ്റോപ്പ് ലൈനിന് മുമ്പ് നിർത്തുക. ബി. സ്റ്റോപ്പ് ലൈൻ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കാൽനട ക്രോസിംഗിന് മുമ്പ് നിർത്തുക. സി. കാൽനട ക്രോസിംഗ് അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കവലയിൽ പ്രാഥമിക ട്രാഫിക് സിഗ്നലിന് മുമ്പ് നിർത്തുക. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 4. വഴി നൽകുക എന്ന ചിഹ്നത്തിനോ നിർത്തുക എന്ന ചിഹ്നത്തിനോ മുന്നിൽ കാൽനടയാത്രക്കാർക്ക് ക്രോസിംഗ് ഇല്ലെങ്കിൽ ഡാഷ്. ഓപ്ഷൻസ്: എ. കാൽനടയാത്രക്കാർക്ക് അവിടെ സഞ്ചരിക്കാൻ അവകാശമില്ല. ബി. ഡ്രൈവർ കാൽനടയാത്രക്കാർക്ക് മുൻഗണന കൊടുക്കണം. സി. ഡ്രൈവർ കാൽനടയാത്രക്കാർക്ക് മുൻഗണന കൊടുക്കേണ്ടതില്ല. ഡി. മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും ശരിയല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചോദ്യം 5. റോഡിന്റെ നടുവിലുള്ള തുടർച്ചയായ 2 മഞ്ഞ വരകൾ എന്ത് സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: എ. ഓവർടേക്ക് അനുവദിച്ചിട്ടുണ്ട്. ബി. ഓവർടേക്കിംഗ് മാത്രം അനുവദനീയമല്ല. സി. ഓവർടേക്കിംഗും വലത്തേക്ക് തിരിയുന്നതും അനുവദനീയമല്ല. ഡി. ഓവർടേക്കിംഗ് അനുവദനീയമല്ല, പക്ഷേ വലത്തേക്ക് തിരിയാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ചോദ്യം 6. അടിയന്തര ഡ്യൂട്ടിക്ക് ഉപയോഗിക്കുമ്പോൾ നിയുക്ത വാഹനങ്ങൾക്ക് ഡാഷ് ഉപയോഗിക്കാം. 1. മൾട്ടി ടോൺ ഹോൺ അല്ലെങ്കിൽ സൈറൺ. 2. ഫ്ലാഷർ ലൈറ്റ്. 3. ഒരു അലാറം. 4. എയർ ഹോൺ. ഓപ്ഷൻസ്: എ. 1 മാത്രമാണ് ശരി. ബി. 1, 2, 3 മാത്രമാണ് ശരി. സി. 2, 3 മാത്രമാണ് ശരി. ഡി. മുകളിൽ പറഞ്ഞവ 4ഉം ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചോദ്യം 7. വാഹനങ്ങളിലെ ഏത് ഘടനാപരമായ ഡിസൈൻ ആണ് വാഹനാപകട സമയത്ത് യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും ഫലപ്രദം? ഓപ്ഷൻസ്: എ. ക്രംബിൾ സോണുകൾ. ബി. ABS. സി. എയർ ബാഗ്. ഡി. ESC. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ചോദ്യം 8. നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയിരിക്കുന്നു. ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് രജിസ്റ്ററിംഗ് അതോറിറ്റിയെ എപ്പോഴാണ് അറിയിക്കേണ്ടത്? ഓപ്ഷൻസ്: എ. 14 ദിവസത്തിനുള്ളിൽ. ബി. 28 ദിവസത്തിനുള്ളിൽ. സി. 1 മാസത്തിനുള്ളിൽ. ഡി. നിങ്ങൾ അത് ഇൻഷ്വർ ചെയ്യുമ്പോൾ മാത്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ചോദ്യം 9. മുന്നിൽ പോകുന്ന വാഹനത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞ അകലം പാലിക്കേണ്ടത് എത്ര? ഓപ്ഷൻസ്: എ. 10 മീറ്റർ. ബി. വേഗത അനുസരിച്ച് സുരക്ഷിത ദൂരം. സി. 5 മീറ്റർ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചോദ്യം 10. വാഹനത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കാലുള്ള നിർദ്ദേശങ്ങളോ സിഗ്നലുകളോ ഡ്രൈവർ അനുസരിക്കേണ്ടതാണ്. ഏത് നിർദ്ദേശം? ഓപ്ഷൻസ്: എ.
വാഹനം പിന്നിലേക്ക് തിരിക്കാൻ. ബി. പ്രസ്തുത ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന ഗതാഗത ലൈനിൽ തുടരാൻ. സി. നിർദ്ദിഷ്ട ദിശയിലേക്ക് നീങ്ങാൻ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 11. നിങ്ങളുടെ വാഹനം റോഡിൽ തിരിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: എ. മറ്റ് റോഡ് ഉപയോക്താക്കൾക്കായി ചുറ്റും പരിശോധിക്കുക. ബി. നിങ്ങളുടെ കൈ മുഴുവൻ ഹാൻഡ് ബ്രേക്കിൽ വയ്ക്കുക. സി. സാധ്യമെങ്കിൽ വേറൊരു പാത ഉപയോഗിക്കുക. ഡി. നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ചോദ്യം 12. താഴെ പറയുന്നവയിൽ പാർക്കിംഗ് നിരോധിച്ച സ്ഥലം ഏത്? ഓപ്ഷൻസ്: എ. പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നിടത്ത്. ബി. ആശുപത്രിയുടെ പ്രവേശന കവാടം. സി. നടപ്പാതയിൽ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 13. കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങൾ അനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സിലബസ് പ്രാബല്യത്തിൽ വന്നത് ഏതു ചട്ടത്തിലാണ്? ഓപ്ഷൻസ്: എ. ചട്ടം 11. ബി. ചട്ടം 21. സി. ചട്ടം 31. ഡി. ചട്ടം 41. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ചോദ്യം 14. റോഡിന് സമാന്തരമായി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: എ. പാർക്കിംഗ് സ്ഥലത്ത് മുന്നിലുള്ള വാഹനവുമായി നേർരേഖയിൽ ആക്കുക. ബി. കണ്ണാടികളും ബ്ലൈൻഡ് സ്പോട്ടുകളും പരിശോധിക്കുക. സി. പാർക്ക് ചെയ്യുന്നതിനു മുമ്പ് സിഗ്നൽ നൽകുക. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 15. എപ്പോഴാണ് ഒരു അടിയന്തര ഉപയോക്താവിനുള്ള വാഹനത്തിന് നിശ്ചിത വേഗപരിധി കവിയാൻ അനുവാദം ഉള്ളത്? ഓപ്ഷൻസ്: എ. വേഗപരിധി കവിയാൻ അനുവാദമില്ല. ബി. അവശ്യ സേവനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ. സി. ഹൈവേകളിൽ മാത്രം അനുവദനീയം. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചോദ്യം 16. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: എ. നിർബന്ധമായും വലത്തേക്ക് തിരിയുക. ബി. മുന്നിൽ വലതുവശത്തേക്കുള്ള വളവ്. സി. വലത്തേക്കുള്ള ഹെയർപിൻ ബെൻഡ്. ഡി. വലതുവശം ചേർന്ന് ഓടിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചോദ്യം 17. 50 മുതൽ 100 മീറ്റർ അകലെ കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചോദ്യം 18. ലൈറ്റ് മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഏത് സുരക്ഷാ ഉപകരണം ഡ്രൈവറെ പരിക്കിൽ നിന്ന് സംരക്ഷിക്കുന്നു? ഓപ്ഷൻസ്: എ. സീറ്റ് പൊസിഷണർ. ബി. സീറ്റ് ബെൽറ്റ്. സി. സീറ്റ് ടൈറ്റനർ. ഡി. ഹാൻഡ് റെസ്റ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചോദ്യം 19. വാഹനം ഓടിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. ഓപ്ഷൻസ്: എ. റോഡിൻ്റെ അവസ്ഥയും കാലാവസ്ഥയും. ബി. വാഹനത്തിൻ്റെ തരവും ട്രാഫിക് അവസ്ഥയും. സി. നിങ്ങളുടെ സ്വന്തം കഴിവും ഏകാഗ്രതയും. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 20. നിങ്ങളുടെ മുന്നിലുള്ള വാഹനങ്ങൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ സുരക്ഷിത അകലം എത്രയാണ്? ഓപ്ഷൻസ്: എ. 2 സെക്കൻഡ് നിയമം. ബി. 8 സെക്കൻഡ് നിയമം. സി. 10 സെക്കൻഡ് നിയമം. ഡി. 15 സെക്കൻഡ് നിയമം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്.